രാവിലത്തെ വലിയിട്ടപ്പോഴേക്കും നല്ല അടിപൊളി ഒരു മഴക്കാരി വെച്ച് വേണ്ടിട്ടാ. ഇന്ന് മഴ തകർക്കുന്നു. നമസ്കാരം എല്ലാവർക്കും ആഴക്കടലിലെ മീൻപിടുത്തത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കുഞ്ഞച്ചൻ ചേട്ടൻ്റെ നമ്മ ചെട്ടിക്കടന്ന് വാങ്ങിയ അന്തോണി സുനിയാളുടെ കൊടി കെട്ടിക്കൊണ്ടിരിക്കേണ്ട അല്ലേ? ഹേയ്, ഇതെന്താ റോളിങ്? കൊള്ളാം, അടിപൊളി. കൊടിയെല്ലാം കെട്ടിക്കഴിഞ്ഞതും നല്ല ഇടിച്ചു കുത്തിയുള്ള ഒരു മഴ അങ്ങോട്ട് പെയ്തിട്ട. കടലിൽ മഴ പെയ്യുമ്പോൾ ഞാൻ പലതവണ കാണിച്ചിട്ടുണ്ട് വീഡിയോനകത്ത്. എന്നാലും ദേ ഒന്ന് കണ്ടു നോക്കി, ഫുള്ളിങ്ങനെ ഇരുട്ട് കൂടി കിടക്കിയിരിക്കുള്ളൂ. അതായത് ചുറ്റുവട്ടത്തുള്ള ബോട്ടുകൾ പോലും നമുക്ക് മര്യാദക്ക് കാണാൻ പറ്റൂല കേട്ടോ. കണ്ട, അവിടെയൊക്കെ ബോട്ടുകളുണ്ട്. അപ്പം ഇങ്ങനെ ഈ ഫോഗ് പോലെ വന്നേക്കണതിന് വലിയ നമുക്ക് അധികം ഒന്നും കാണാൻ പറ്റില്ല. അപ്പോൾ ഈ ബോട്ടിൻ്റെ സിഗ്നൽ ലൈറ്റൊക്കെ എല്ലാം ഓൺ ആയിരിക്കും കേട്ടോ. മഴ പെയ്യുമ്പോൾ നമുക്ക് പ്രശ്നമില്ല കടലിൽ. കാറ്റ് വരുമ്പോഴാണ് കടലിൻ്റെ സ്വഭാവം മാറുന്നത്. അവിടെ തൊട്ടടുത്തുള്ളൊരു ബോട്ട് വല പിടിച്ചുകൊണ്ടിരിക്കണ എനിക്ക് കാണാം. അപ്പോൾ അതിൻ്റെ ലൈറ്റ് എല്ലാം ഓൺ ആണ്. എത്രത്തോളം ക്ലിയർ ആണെന്ന് അറിയില്ല. അപ്പോൾ എന്തായാലും മഴയായാലും കാറ്റായാലും വെയിലായാലും കട്ടയായാലും എന്തായാലും നമ്മൾ ഈ പറഞ്ഞ പോലെ വല പിടിച്ച് കയറ്റിക്കൊള്ളണം കേട്ടോ. അങ്ങനെ കറക്റ്റായിട്ട് നമ്മ വല പിടിക്കണ നേരമായപ്പോഴേക്കും മഴയെല്ലാം പോയി. എന്നാലും ചെറിയ രീതിയിലുള്ള റോളിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ സീ റോപ്പും വയർ റൂപ്പ് നേരത്തെ കയറി, അത് കഴിഞ്ഞത് സീ റോപ്പ് കയറിക്കൊണ്ടിരിക്കേണ്ട. വല പിടിക്കാൻ നേരത്ത് ബോട്ട് ന്യൂട്രലായിരിക്കുള്ള കിടക്കണം, ഗിയറിലിടേണ്ട ആവശ്യമില്ല. വല കയറുന്നതനുസരിച്ച് റോപ്പ് കയറുന്നതനുസരിച്ച് ബോട്ട് ബാക്കിലേക്ക് പോട്ടെ. പണി നമുക്ക് ഈ വലയിൽ കുറച്ച് കുറവാണ്ട് കിട്ടിയാണ്. കുറച്ച് ഈ പറഞ്ഞ പോലെ ഉണ്ണിമേരിയും പിന്നെ കിളിയും പിന്നെ കുറഞ്ഞു ലുവാച്ചിയും അങ്ങനത്തെ മീനുകളാണ് ഉള്ളത്. വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് കമൻറ്റ് ചെയ്യാറുണ്ട് പൊടിമീനെ പിടിച്ച് നശിപ്പിക്കണം എന്നുള്ളത്. ശരിക്കും നമ്മൾ ഈ പൊടിമീന് വേണ്ടി ഇടുന്ന വലല്ലത്, ഈ മീൻ ഇതിനകത്ത് കയറി പറ്റണേണ്. ഇതിനകത്ത് നമ്മൾ കണ്ടതും കാണാത്തതുമായിട്ടുള്ള ഒരുപാട് മീനുകളുണ്ടോന്ന് കണ്ടേച്ചു വന്നല്ല. ദേ ഈ കാണുന്നതാണ് നമ്മുടെ ബോക്സ് ക്രാബ് എന്ന് പറയും, അല്ലെങ്കിൽ നമ്മുടെ പെട്ടിഞ്ഞണ്ടെന്ന് പറയട്ടെ. കൂടുതലായിട്ടും വളത്തിനാണ് പോവാറ്, നമ്മൾ കഴിക്കാനായിട്ടൊന്നും ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാ മീനുകളെയും ഇങ്ങനെ തിരിഞ്ഞിരിഞ്ഞ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. നല്ല അത്യാവശ്യം വലിപ്പമുള്ള കിളിമീനൊക്കെ കിട്ടിയിടുന്നുണ്ട്. ഈ ഒരു മീനൊക്കെ ഉണ്ട്, ഇതാണ് നമ്മുടെ സീ ബാറ്റ് അല്ലെങ്കിൽ ബാറ്റ് ഫിഷ് എന്ന് പറയും. കൂടുതലും ആഴക്കടലിൽ കണ്ടുവന്ന ഒരു മീനുണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരപിടിക്കുന്ന രീതിയാണ്. കടലിൻ്റെ അടിയിൽ പൊതിഞ്ഞിടന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ കണ്ണ് മാത്രമേ കാണുള്ളൂ, മറ്റുള്ള മീനുകൾ ഇതിനെ കാണൂലുണ്ട്. അതുപോലെ കടലിൻ്റെ അടിയിൽ നടക്കാൻ പറ്റും. നമുക്ക് കഴിക്കാനായിട്ടൊന്നും ഉപയോഗിക്കാറില്ല, കൂടുതലും വളത്തിനോടുന്ന മീനാണ്. ഇത് നോക്കി, ഇതാണ് ഹെർമിറ്റ് ക്രാബ്. എല്ലാവർക്കും അറിയാൻ പറ്റും, സന്യാസിനുണ്ടെന്ന് പറയട്ടെ. കൂടുതലും ഇതുപോലെയുള്ള ശംഖുകളുടെ ഉള്ളിലായിരിക്കുള്ളൂ ഇതിൻ്റെ താമസം എന്ന് വെച്ച് കഴിഞ്ഞാൽ. വളർച്ചെത്തമനുസരിച്ച് ഇതിൻ്റെ ഈ ഒരു ഷെല്ല് മാറി വേറെ വേറെ ഷെല്ലുകളിലേക്ക് അഭയം തേടോട്ടത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒന്നാണ് ഈ ഹെർമിറ്റ് ക്രാബ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പുറം രാജ്യങ്ങളിൽ ഇതിനെ കഴിക്കണമായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് പല വീഡിയോസിനകത്ത്. കരയിലുള്ള ഓരോ ജീവികളുടെ പേരാണ് കടലിലുള്ള പല മീനുകൾ അല്ലേ? എന്താ ചെയ്യുക. ഇതാണ് നമ്മുടെ മൂങ്ങമീൻ എന്ന് പറയോട്ടെ. ഇംഗ്ലീഷിൽ ഗുർനാട്ട് ഫിഷ് എന്ന് പറയും. നമ്മൾ കഴിക്കാനായിട്ടൊന്നും ഉപയോഗിക്കാറില്ല, കൂടുതലായിട്ടും വളത്തിനാണ് ഇവിടെ ഇങ്ങനെയുള്ള മീനുകൾ. ഭയങ്കര കട്ടിയുള്ള ശരീരമുണ്ട്. കണ്ട ഇതിൻ്റെ ആ ചിറകും കാര്യങ്ങളൊക്കെ നോക്കി. ഈ മീനെ നിങ്ങൾ എന്താണ് പറയണത്? ഓരോ നാട്ടിലും ഓരോരോ പേരായിരിക്കുള്ള ഓരോ മീനുകൾക്കും. ഇതിനെ നമ്മുടെ നാട്ടിൽ ഉലുവാച്ചി എന്ന് പറയോട്ടെ. നമ്മുടെ ഇന്നത്തെ കറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉലുവാച്ചി റോസ്റ്റാണ്ട് ഇന്ന് ചെയ്യാൻ പോണ്. അപ്പോൾ നിങ്ങൾക്ക് പേജ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക. നിങ്ങളുടെ സ്നേഹം ഒരു ലൈക്കായിട്ട് തരാം, ഷെയറും ചെയ്യുക. കണ്ട ഇതാണ് നമ്മുടെ ഉലുവാച്ചി എന്ന് പറയുന്ന മീൻ. അപ്പോൾ ഉലുവാച്ചി മീൻ കഴിച്ചവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ടേസ്റ്റിൻ്റെ കാര്യമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യട്ടെ. കഴിക്കാത്തവർ ഒരുപാട് പേരുണ്ടാവും. ഇതെന്താണെന്ന് മനസ്സിലായി, ഇതാണ് സീ സ്പോഞ്ച്. നമ്മുടെ ഈ പറഞ്ഞ കടലിൻ്റെ അടിയിൽ കണ്ടു തന്നെയാണ്. അത്യാവശ്യം വലിപ്പം ഉണ്ടാവും. അതിൻ്റെ ഒരു ചെറിയ ഭാഗമാണ് നമുക്ക് കിട്ടിയാണ്. ഈ ചെറുമീനുകളെല്ലാം വലിയ മീനിൽ നിന്ന് രക്ഷപ്പെടുന്നതിൻ്റെ ഇടയിൽ ഒളിച്ചാണ്ട്. ഈ മീൻ നോക്കി, അത്യാവശ്യം വെറൈറ്റി ആയിട്ടുള്ളൊരു സാധനമല്ലേ, കൊമ്പൊക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ നോർത്തേൺ സ്റ്റാർ ഗേസർ എന്ന് പറയും. മലയാളത്തിലുള്ള പേരെന്താണെന്ന് എനിക്കറിയില്ല. മലയാളത്തിൽ നിങ്ങൾക്ക് എന്ത് പേരും വിളിക്കുക. ഇതിനെ വളത്തിനാണ്ട നമുക്ക് കൂടുതലും വിടുന്നത്. കണ്ട
ഈ മീൻ ഏതാണെന്ന് അറിയാത്തവരാരും ഉണ്ടാവില്ല, ചുരുക്കം പേര് ഉണ്ടാവുള്ളൂ. ഇതാണ് നമ്മുടെ കിളിമീൻ, ഇംഗ്ലീഷിൽ പിങ്ക് പെർച്ചെന്ന് നമ്മൾ പറയൂടാ. നോക്കി കണ്ട, എന്താണെന്നറിയില്ല, ഈ മീൻ എനിക്ക് കണ്ടു കഴിഞ്ഞാൽ അമരം സിനിമയിലെ അശോകനെ പോലെ ഒരു ഫേസ് കട്ട് വരോട്ടെ. ആ ഒരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാകുന്നറിയില്ല. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ കണ്ണും മുഖവും വായൊക്കെയാണെന്ന് തോന്നുന്നു അങ്ങനെ തോന്നിപ്പിക്കണം. കണ്ട, ഇതാണ് നമ്മുടെ ഉണ്ണിമേരി എന്ന് പറയൂട്ടാ. ഉണ്ണിമേരി എന്ന് പറയുമ്പോൾ സിനിമ നടിയാന്ന് കരുതരുത്, ഈ മീനിൻ്റെ പേരാണ് ഉണ്ണിമേരി എന്ന്. ചില സ്ഥലങ്ങളിൽ സിൽക്ക്, കുയ്യാപ്ലക്കോര, അങ്ങനെ പല പല പേരുണ്ട്. തൊലി ഒലിച്ചു കഴിഞ്ഞാൽ വറക്കാനൊക്കെ നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇതൊരു ഈൽ ഫിഷിൻ്റെ വിഭാഗത്തിൽപ്പെട്ട ഒന്നാണ്ട്. ഇതിന് കാണാൻ നേരത്ത് നമ്മൾ പല്ലില്ല എന്നൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിലും ഒരു ചെറിയ ഈക്കിരിപ്പല്ലുണ്ട്. ആ പല്ലും വെച്ച് അവൻ കടിക്കുകയും ചെയ്യും കേട്ടോ നന്നായിട്ട്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കിടന്ന് തിരിഞ്ഞു പറഞ്ഞ് കളിക്കുകയാണ്. ഇത് നോക്കി, ഇതാണ് നമ്മുടെ കടലിലെ 8 കാലിഞ്ഞണ്ടെന്ന് പറയൂട്ടെ. 8 കാലി എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ഇതിന് 9 കാലുണ്ട്. ഇതെന്താണ് ഐറ്റം അറിയില്ല, ആ ഒരു സ്പീഷീസിൽ പെട്ട ഒന്നാണെന്ന് തോന്നുന്നു. കാലൊക്കെ നല്ല ഭയങ്കര തിന്നാണ്, ഈർക്കില് പോലെ ഇരിക്കുകയാണ്. അപ്പോൾ കാലം കൊണ്ടൊക്കെ ഓരോ അഭ്യാസം കാണിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈ പാറയുടെ മുകളിൽ കൂടുതലും കണ്ടു തന്നെ ഞണ്ടാണെന്ന് തോന്നുന്നു. കാരണം ഇതിൻ്റെ ശരീരം അങ്ങനെയൊക്കെ ഇരിക്കുന്നുണ്ട് കണ്ട. പിന്നെ നമുക്ക് കുറച്ച് ചെമ്മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഒരു കണക്കിന് മീനെല്ലാം തിരിഞ്ഞ് ഓരോരോ ബോക്സിലേക്കായി കഴിഞ്ഞ് ഇനി അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോറിയിലാണ്. അപ്പോൾ അതേ കണവേണ്ട നമ്മി കഴുകണം. കണവേനകത്ത് മഷി ഉണ്ടാവും. മഷി ഇത് ചത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ മഷി ഇങ്ങനെ വന്നിട്ടിരിക്കും കണ്ട. അങ്ങനെ ഓരോ മീനുകൾ ഓരോ ബോക്സിലാക്കിയിട്ട് സ്റ്റോർ ചെയ്യാനായിട്ട് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. സ്റ്റോർ റൂമിൽ ഐസിങ്ങും കാര്യങ്ങളെല്ലാം നമ്മൾ ഇതിന് മുന്നത്തൊരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് പോയി കാണാൻ എല്ലാവരും. ബോട്ടിൻ്റെ അണിയത്ത് വന്നപ്പോഴാണ് ഈ ഒരു കാഴ്ചയാണ്. ഒരു ചെറിയ മീൻകൂട്ടം വന്നിട്ട് നമ്മുടെ ബോട്ടിന് ചുറ്റും കിടന്ന് അങ്ങോട്ട് മറിഞ്ഞുകൊണ്ടിരിക്കേണ്ട. എനിക്ക് തോന്നുന്ന അയിലക്കൂട്ടമെന്നാണ്. അത് മാത്രമല്ല നമ്മുടെ വള്ളക്കാർ ചേട്ടന്മാരല്ലേ, ലൈലാൻഡ് വെള്ളം, അവർ മീനടിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ മീൻകൂട്ടം വരാൻ നേരത്ത് മുകളിൽ വ്യത്യാസം അറിയാൻ പറ്റും. അത് കണ്ടാണ് അവർ വലടിക്കുന്നത്. എല്ലാ പരിപാടിയും കഴിഞ്ഞപ്പോഴേക്കും നല്ലൊരു നീലാകാശവും അങ്ങ് ദൂരയിലൊരു കപ്പലൊക്കെ പോകണ്ടട്ടാ. അപ്പം ഇനി ഉച്ചയാവാറായി. ഉച്ചക്കലത്തേക്കുള്ള നമ്മുടെ ഉലുവാച്ചി റോസ്റ്റ് നമ്മുടെ കുഞ്ഞച്ചൻ ചേട്ടനാണ് വെക്കുന്നത്. എല്ലാവരും നല്ല ഉറക്കത്തിലാണ്. അപ്പോൾ നമ്മൾ വല വലിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ഗ്രൗണ്ടിൽ 2-3 ബോട്ടുകൾ കിടന്നിങ്ങനെ വലിച്ചുകൊണ്ടിരിക്കണ്ട. അങ്ങനെ ആ ഒരു കാഴ്ചയെ കണ്ടിങ്ങനെ തിരിയുമ്പോഴേക്കും വീൽ ഹൗസിൻ്റെ ഉള്ളിൽ നിന്നൊരു തലേട്ടാര് നമ്മുടെ രാജേഷേട്ടൻ ഉറങ്ങിയിട്ടില്ല. അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കി എന്നെ ഒരു കള്ളച്ചിരിയും കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങളവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ ആശാൻ പരിപാടി തുടങ്ങിയിട്ടാ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉലുവാച്ചി റോസ്റ്റാണ് എടുത്തേക്കണം. അധികം പരിപാടികളൊന്നുമില്ല. മഞ്ഞപ്പൊടി, മുളക് പൊടി, പിന്നെ ഉപ്പ്, വെളിച്ചെണ്ണ, കുരുമുളക് പൊടി, ഇത്രയും ഇട്ടിട്ട് ഒരു മസാല അങ്ങോട്ട് റെഡിയാക്കി എടുക്കുകയാണ്. ഉലുവാച്ചി ഞാൻ നേരത്തെ കാണിച്ച മീനാണ്. ഒരുപാട് പേര് ബോട്ടിലെ കുക്കിങ്ങിനെ കുറിച്ച് പറയാറുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിലാണ് നമ്മൾ ഈ വീഡിയോ കാണിക്കുന്നത്. കടൽ ബ്രാലെന്നും പറയും ഈ സാധനത്തിന്. നമ്മളിത് റോസ്റ്റ് മസാല, മഞ്ഞപ്പൊടി, മുളക് പൊടി, കുരുമുളക്, ഉപ്പും. കുഞ്ഞച്ചൻ ചേട്ടൻ പറഞ്ഞ് എത്ര പേര് കേട്ടെന്നറിയില്ല. ഉലുവാച്ചി നമ്മൾ ഇന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ പോകണം, മസാല വെട്ടി വെച്ചേക്കണം എന്നാണ് പറഞ്ഞ്. ബോട്ടിൻ്റെ സൗണ്ട് ആറിനെ നമുക്ക് മൈക്കൊന്നും ഇല്ലാത്തതിൻ്റെ പേരിൽ കേൾക്കൽ അത്ര ക്ലിയർ ആവാൻ വഴിയില്ല. അപ്പം ചട്ടിയിൽ വെളിച്ചെണ്ണ വെച്ചിട്ട് നമ്മൾ ഓരോ പീസിനെ എണ്ണം പറഞ്ഞ് അങ്ങോട്ട് ഇട്ട് കൊടുക്കേണ്ട വറക്കാനായിട്ട്. പണിയെല്ലാം കഴിഞ്ഞിരിക്കുന്ന ടൈമാണെന്നുണ്ടെങ്കിൽ ഫോൺ നോക്കിയിട്ട് കാര്യമില്ല, റേഞ്ച് ഉണ്ടാവില്ല, പിന്നെ വല്ല സിനിമ കാണാന്നുള്ളൂ. അല്ലെങ്കിൽ ഞങ്ങൾ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കോട്ടെ. അതുപോലെ നമ്മുടെ ആൻറ്റിച്ചേട്ടനും നമ്മുടെ വിൽസനളിയനും കൂടി കുഞ്ഞച്ചൻ ചേട്ടനെ സഹായിക്കാൻ വേണ്ടി സവാളയും തക്കാളിയും വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കേണ്ടത്. വറക്കാനിട്ട മീനൊരു മീഡിയം പാകമായി കഴിഞ്ഞപ്പോഴേക്കും നേരെ നമ്മുടെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിടുകയാണ്. രാവിലെ നല്ല മഴയായിരുന്നു. ഇപ്പോൾ നോക്കി നല്ല തെളിഞ്ഞ ആകാശമായിട്ടാ. ഇനി രാത്രി ആയിരിക്കുള്ളൂ മഴ കലക്കാൻ പോകുന്നു. മീൻ വറുത്ത് നല്ല അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് വേണ്ട ഒരു ചെറിയ രീതിയിൽ.
അങ്ങനെ ദേ കുഞ്ഞച്ചൻ ചേട്ടൻ്റെ സ്പെഷ്യല് ഉലുവാച്ചി റോസ്റ്റും പിന്നെ ചൂട് ചോറും അത്യാവശ്യത്തിന് നല്ല വെയിലും ഉണ്ടട്ടാ. രാവിലെ മഴയായിരുന്നെങ്കിൽ ഇപ്പോൾ വെയിലായിട്ടാ. ഇതെല്ലാം കൂടി കൂട്ടി ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് ഒരു പിടുത്തം പിടിച്ചുകൊണ്ടിരിക്കേണ്ട നോക്കി. ഇത് റെഡിയാക്കിയ ആളത് കിച്ചണിൽ കയറി നട കഴിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ഈ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും കടൽ കാഴ്ചകളായിട്ട് നമ്മൾ കാണുന്നതായിരിക്കും. അതുവരെ ടാറ്റാ.